അടുത്തിടെ UK-യിലുള്ള ഒരു F-35B വിമാനം, അവരുടെ നാവികസേനയുടെ ഉടമസ്ഥതയിലുള്ള ഒരു വിമാനം, കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം എയർപോർട്ടിൽ നിർത്തിവെച്ചിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ അറിഞ്ഞതാണ്. ആ വിമാനം അവിടെ നിന്നും പോയിട്ടുണ്ട്. എന്നാൽ വിമാനം അവിടെ നിന്ന് പോയാലും അതിന് പുറകിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇപ്പോഴും മറുപടി ലഭിച്ചിട്ടില്ല. ഇവിടെ ഉയർന്നു വരുന്ന ചില വാലിഡ് പോയിന്റ്സ് നോക്കിയാൽ ഈ F-35 വിമാനം എന്നത് നമ്മുടെ റഡാറിൽ പതിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ലാൻഡിംഗ് ആണോ ചെയ്യപ്പെട്ടത്? ഇതിനുള്ള ഉത്തരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അതിന് സാങ്കേതിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ അവർ നമ്മുടെ വ്യോമസേനയിൽ നിന്നും ഒരു പെർമിഷൻ വാങ്ങേണ്ടതായിരുന്നു. തുടർന്ന് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും എസ്കോർട്ട് വിമാനങ്ങൾ അയക്കുകയും അതിനുശേഷമേ അത് ലാൻഡ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. എന്നാൽ അതും അവിടെ സംഭവിച്ചതായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഏതൊരു പ്രയർ അപ്രൂവലും മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ പക്കൽ നിന്ന് വാങ്ങിയിട്ടുമില്ല. അതായത് ഇങ്ങനെ ഒരു F-35 ലാൻഡ് ചെയ്യാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻസ് നൽകിയിട്ടില്ല. അപ്പോൾ ഇവയെല്ലാം ഇവിടെ കൂടുതൽ സംശയങ്ങളാണ് ഉയർത്തുന്നത്. കൂടെ തന്നെ ഈ 38 ദിവസത്തിൽ ഈ ഒരു വിമാനം ഏതൊരു പ്രോസസ്സിലൂടെ കടന്നുപോയി, എല്ലാം ഈ വീഡിയോയിലൂടെ അറിയാൻ പോവുകയാണ്. ഇതിന് പുറകിൽ എന്തോ ഒരു വലിയ കാര്യം സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിൽ ഒരു ഇൻറ്റ്യൂഷനായി വരുന്നത്. എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. UK-യുടെ വിമാനവാഹിനി കപ്പലായ HMS പ്രിൻസ്, ഇതിലുള്ള ഒരു F-35 വിമാനം കഴിഞ്ഞ ജൂൺ മാസം 14 പ്രധാനപ്പെട്ട ചില ദൗത്യങ്ങൾ അവസാനിപ്പിച്ചിട്ട് മിലിറ്ററി എക്സസൈസ് നടത്തിയിട്ട് ടിയാഗോ ഗാർസിയയ്ക്ക് തെക്ക് കിഴക്കൻ ഭാഗത്തു നിന്നും ഏരിയൽ റിഫ്യൂവലിംഗ് വിമാനങ്ങളുമായി UK-യിലേക്ക് പറന്നു പോവുകയായിരുന്നു. പക്ഷെ ആ വിമാനത്തിൽ ഉണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറിയിലുള്ള ടിയാഗോ ഗാർസിയയിൽ നിന്നും എമർജൻസി ലാൻഡിങ്ങിനു വേണ്ടി തൊട്ടടുത്തുള്ള ഇന്ത്യൻ മെയിൻലാൻഡിലുള്ള തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു എമർജൻസി ലാൻഡിംഗ് ചെയ്തതായി പറഞ്ഞു. ജൂൺ മാസം 14 രാത്രി ഒരു 9 മണിക്ക് ശേഷമായിരുന്നു ഈ സംഭവം നടന്നത്. അടുത്ത ദിവസം പുലർന്നതോടുകൂടി ഒരു വലിയ അത്ഭുതം തന്നെ എല്ലാവർക്കും ഉണ്ടായി. കാരണം അമേരിക്കയുടെ F-35 എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിമാനമാണ്. പല രാജ്യങ്ങൾ ഇത് ഉപയോഗിച്ചാലും UK എന്ന ഈ ഒരു രാജ്യം ഈ പദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ഇവിടെ ഇന്ത്യയിൽ, അതും ട്രിവാൻഡ്രത്ത് എമർജൻസി ലാൻഡ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ വാർത്തയായി തന്നെ പോയി. കേരളത്തിലെ ടൂറിസം മിനിസ്ട്രി പോലും ഇതിന് മോക്ക് ചെയ്ത് ചില ഇമേജസ് പുറത്തുവിട്ടിരുന്നു. F-35 കേരളം വിട്ടുപോകാൻ മനസ്സില്ലാതെ നിൽക്കുകയാണ് എന്നൊക്കെ. എന്നാൽ ഇത് അത്ര ഫണ്ണായി എടുക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ലോകത്തിലെ ഏറ്റവും അത്യാധുനിക സ്റ്റേറ്റ് ഓഫ് ആർട്ട് വിമാനം, ജിയോപൊളിറ്റിക്കൽ രീതിയിൽ വളർന്നു വരുന്ന ഒരു രാജ്യത്തിന്റെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സാധാരണ കാര്യമല്ല. അതും ഇതിന് പുറകിൽ ഇവർ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ എന്നത് മിക്കവാറും ഇവിടെ വിശ്വസിക്കാനേ കഴിയാത്ത ചില കാരണങ്ങളാണ്. ഈ വിമാനം താഴെ ലാൻഡായി എന്നറിയാം. അതിന് മുൻപ് ആ വിമാനത്തിലെ ചില ഫ്ലൈറ്റ് പാറ്റേൺ ഒക്കെ എടുത്ത് നോക്കിയാൽ വെരിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് ഒന്നും ലഭിച്ചിട്ടില്ല. ടൈംസ് ഓഫ് ഇന്ത്യ, ന്യൂയോർക്ക് ടൈംസിലൊക്കെ വന്നിരിക്കുന്ന ചില ആർട്ടിക്കിൾസ് എടുത്ത് നോക്കിയാൽ ഈ ഒരു വിമാനം ആ വിമാനവാഹിനി കപ്പലിൽ നിന്നും തിരിക്കുമ്പോൾ റൊട്ടീൻ മിഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിമാറി വന്നു എന്നുള്ള ചില വാർത്തകൾ വന്നു. മറ്റൊരു വാർത്ത വന്നത് ഈ വിമാനം റീഫ്യൂവൽ ടാങ്കേഴ്സിന്റെ സഹായത്തോടു കൂടി ഒറ്റയ്ക്ക് UK-യിലേക്ക് പറന്നു പോകേണ്ട മിഷനിലായിരുന്നു എന്ന്. എന്നാൽ F-35 വിമാനങ്ങളെ ഈ എയർക്രാഫ്റ്റ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിൽ നിന്നും ഒറ്റയ്ക്ക് ഇങ്ങനെ പിരിച്ചുകൊണ്ടു പോകാനുള്ള ആവശ്യകത അവിടെ ഇല്ല. അപ്പോൾ ഈ ആദ്യത്തെ കാര്യത്തിൽ തന്നെ നമുക്ക് അവിടെ എന്തൊക്കെയോ ഒരു സംശയം വരുന്നുണ്ട്. രണ്ടാമതായുള്ള കാര്യം, ഈ വിമാനത്തിന്റെ ഫ്ലൈറ്റ് പാറ്റേൺ ഒന്നുകിൽ സുലുപ്പട്ട എയർബേസിൽ ഇറങ്ങിയിട്ടുണ്ടാകണം. എന്നാൽ അവിടെയും ഇറങ്ങേണ്ട ഏതൊരു ശ്രമങ്ങളും അത് ചെയ്തിട്ടില്ല. പകരം തിരുവനന്തപുരം എയർപോർട്ടിൽ ഇവർ ഇറങ്ങി. അപ്പോൾ അത് തന്നെ പല സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ അമുഖത്തിൽ 2 കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്റർനാഷണൽ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സിവിലിയൻ അല്ലെങ്കിൽ മിലിറ്ററി എയർക്രാഫ്റ്റ്സ് ഇവ ഏതെങ്കിലും ഒരു അടിയന്തര ലാൻഡിംഗ് ചെയ്യാൻ പോവുകയാണ്. ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ മുൻകൂട്ടി തന്നെ പ്രോപ്പർ അപ്രൂവൽ ആ രാജ്യത്തോട് വാങ്ങണം. ഇപ്പോൾ നിങ്ങൾ സിവിലിയൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിമാനം സിവിലിയൻ എയർക്രാഫ്റ്റ് ആണെങ്കിൽ ATC എന്ന് വിളിക്കപ്പെടുന്ന എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്നും നിങ്ങൾ ഒരു അംഗീകാരം വാങ്ങേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ ഇവിടെ എമർജൻസി ലാൻഡിംഗ് ചെയ്യണം, ഒരു അനുവാദം നൽകണമെന്ന് ചോദിക്കണം. അങ്ങനെ ഒരു പെർമിഷൻ ലഭിച്ചതിന് ശേഷം അവിടെ ലാൻഡ് ചെയ്യാം. ഇത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിമാനങ്ങൾക്കാണ്. എന്നാൽ ഇവിടെ F-35 എന്നതൊരു മിലിറ്ററി എയർക്രാഫ്റ്റ് ആണ്. അതും സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് 5th ജനറേഷൻ എയർക്രാഫ്റ്റ്. അപ്പോൾ ഇത് സൈനികം സംബന്ധിക്കുന്ന മേഖലയിലായിരിക്കും പോവുക. അതായത് നിങ്ങൾ പ്രോപ്പറായി ഈ ATCയുടെ അനുമതി വാങ്ങുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ മിലിറ്ററിയോട്, ഇന്ത്യൻ എയർഫോഴ്സിനോട് ഒരു അപ്രൂവൽ വാങ്ങണം. ഞങ്ങൾ ഇവിടെ ഒരു ദൗത്യത്തിൽ ഏർപ്പെടുകയായിരുന്നു, ഞങ്ങളുടെ വിമാനത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, ഇത് ഞങ്ങൾ ശരിയാക്കണം.
അല്ലെങ്കിൽ ഞങ്ങളുടെ വിമാനത്തെ ഞങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ ഒരു എമർജൻസി റിക്വസ്റ്റ് കൊടുക്കണം. ഉടൻ തന്നെ അത് ഇന്ത്യൻ എയർഫോഴ്സ് അല്ലെങ്കിൽ എതിരിൽ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയാണ് മറ്റൊരു രാജ്യത്ത് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ്, പ്രോട്ടോകോൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അവിടെ നിന്ന് വന്നാൽ നമ്മളത് അപ്രൂവ് ചെയ്യും. അങ്ങനെ എമർജൻസി ലാൻഡിങ്ങിനായിട്ടുള്ള പണികളെല്ലാം തുടങ്ങും. എന്നാൽ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ പക്കൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ UK മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ പക്കൽ നിന്നായിക്കോട്ടെ ഇങ്ങനെ യാതൊരു അറിയിപ്പും ഇന്നുവരെയും ലഭിച്ചിട്ടില്ല. ഇത് രണ്ടും ഒന്നോടൊന്ന് കോൺട്രഡിക്ഷൻ ആകുന്നുണ്ട്. മൂന്നാമതായുള്ളത്, ഇത് ലാൻഡ് ചെയ്തത് ഫോഴ്സ് ലാൻഡ് ചെയ്യപ്പെട്ടതാണോ അല്ലെങ്കിൽ സത്യത്തിൽ അതിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യത്തെ രണ്ട് കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില ക്ലൂസ് ലഭിച്ചിട്ടുണ്ടാകും. ഒരു ഫോഴ്സ് ലാൻഡിങ്ങിനും സാധാരണ പ്രോപ്പറായി അപ്രൂവൽ വാങ്ങി നിങ്ങൾ ചെയ്യുന്ന ലാൻഡിങ്ങിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ എമർജൻസി ടൈമിൽ അകത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എയർഫോഴ്സിന്റെ പക്കൽ നിന്നും അപ്രൂവൽ വാങ്ങുമ്പോൾ, അതായത് എമർജൻസി SOS റിക്വസ്റ്റ് അയക്കുമ്പോൾ തന്നെ നിങ്ങളെ അക്കമ്പനി ചെയ്ത് നിങ്ങളെ എസ്കോർട്ട് ചെയ്യാൻ വേണ്ടി ആ രാജ്യത്തിന്റെ വ്യോമസേനയിലുള്ള വിമാനങ്ങൾ, ഇന്റർസെപ്റ്റർ വിമാനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എസ്കോർട്ട് ചെയ്യുന്ന വിമാനങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് അടുത്ത് വന്ന് പറക്കും. എന്താണ് പ്രശ്നം, എല്ലാം ഓക്കെ ആണോ, ഏത് തരത്തിലുള്ള സഹായമാണ് നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത്, ഫ്ലൈറ്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, എക്സ്റ്റേണലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിന് മറ്റെന്തെങ്കിലും സഹായം ആവശ്യമാണോ, ഇവയെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേനയിലുള്ള വിമാനങ്ങൾ, എസ്കോർട്ട് വിമാനങ്ങൾ അങ്ങോട്ടേക്ക് പോകും. അതായത് ഇപ്പോൾ ഏത് രാജ്യത്താണോ ലാൻഡ് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ വ്യോമസേന നിങ്ങൾക്ക് സപ്പോർട്ടിനായി വരും. എന്നാൽ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ നിന്നും ഇങ്ങനെ യാതൊരു അറിയിപ്പും വന്നിട്ടില്ല. ഞങ്ങൾ അവിടെ എസ്കോർട്ട് ചെയ്ത് വന്നു, F-35 ഞങ്ങൾ ഗ്രൗണ്ട് ചെയ്തു, സേഫ്ലി ഗ്രൗണ്ട് ചെയ്യിപ്പിച്ചു, ഇങ്ങനെ യാതൊരു അറിയിപ്പും വന്നില്ല. അപ്പോൾ ഈ എല്ലാ പോയിന്റ്സും നമ്മൾ ഓരോന്നും എടുത്ത് നോക്കുമ്പോഴും ഇവ ഓരോന്നും പരസ്പരം കണക്ട് ആകുന്നേ ഇല്ല. ഇവയെല്ലാം ഇങ്ങനെ ഒരു വശത്ത് പോവുകയാണ്. ഇതിനിടെ ഒരു തിയറി പറയുന്നുണ്ട്, ഇന്ത്യ ഫോഴ്സ് ലാൻഡിംഗ് ചെയ്യിപ്പിച്ചു, ഇലക്ട്രോണിക്കലി ആ വിമാനത്തെ ജാം ചെയ്യിപ്പിച്ചു. ഇന്ത്യൻ എയർ സ്പേസിനുള്ളിൽ കടക്കാൻ ശ്രമിച്ച സ്റ്റെൽത്ത് മോഡിലായിരുന്ന ആ ഒരു വിമാനത്തെ ജാം ചെയ്ത് ഇന്ത്യ ഇവിടെ താഴെ ഇറക്കി എന്നുള്ള ചില വാർത്തകളും വന്നിരുന്നു. ഇത് പൂർണ്ണമായും അതിന്റെ എവിഡൻസ് ഒന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ നമുക്കത് പൂർണ്ണമായും ഇങ്ങനെ അവഗണിച്ചു കളയാനും സാധിക്കില്ല. അപ്പോൾ ഇതിന്റെ ഒരു പോസിബിലിറ്റി എന്തെല്ലാം, ഇതിന് പുറകിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് മുൻപ് ഇന്ത്യയുടെ റഡാർ ശൃംഖലയെക്കുറിച്ച് അറിയണം. ഇന്ത്യയുടെ റഡാർ നെറ്റ്വർക്സിനെ കുറിച്ച് അറിയണമെങ്കിൽ പലയിടങ്ങളിൽ സീരീസ് ഓഫ് കണക്ഷൻസ് നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇങ്ങനെ ഓരോ എയർപോർട്ട് അതിനെ ചുറ്റി പല സിവിലിയൻ റഡാർസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. കേരളത്തെ സംബന്ധിച്ച് മിലിറ്ററി ഗ്രേഡ് ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാർസ് എന്നത് തിരുവനന്തപുരത്തുണ്ട്. അതുപോലെ കൊച്ചിയിലുണ്ട്. വയനാട്ടിൽ ഒരു ലോങ് റേഞ്ച് ഏർലി ടാർഗറ്റ് ഫൈൻഡ് ചെയ്യുന്ന ഒരു റഡാർ ഉണ്ട്. കൂടാതെ സ്വാറ്റ് ഫിഷ് റഡാർ ഒഡീസ തീരപ്രദേശത്ത് നിർത്തിവെച്ചിട്ടുണ്ട്. ഈ ഒരു റഡാറിനെ കൊണ്ട് 1000 കിലോമീറ്ററിന് അപ്പുറം നിന്ന് വരുന്ന ടാർഗറ്റ്സിനെ പോലും കണ്ടെത്താൻ സാധിക്കും. അതുപോലെ മീഡിയം പവർ റഡാർസ് എന്നത് തഞ്ചാവൂരിലുണ്ട്, കോയമ്പത്തൂരിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. ഇതിനെ കൊണ്ട് 3D സർവൈലൻസ് നൽകാൻ സാധിക്കും. സ്റ്റെൽത്ത് ടാർഗറ്റ്സിനെ കണ്ടെത്തുന്നതിന് വേണ്ടി, വളരെ ലോ ഫ്ലൈയിങ് ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന ടാർഗറ്റ്സിനെ കണ്ടെത്തുന്നതിന് വേണ്ടി സ്പെഷ്യലി നിർമ്മിച്ചിട്ടുള്ള റഡാർസ് ആണിത്. അതുപോലെ അരുദ്ര റഡാർ എന്ന ഒരു സീരീസ് ഓഫ് റഡാർസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതും AEC റഡാർ ആണ്. ഇത് സൂലൂരിലും തഞ്ചാവൂരിലുമുണ്ട്. അതുപോലെ രോഹിണി, അശ്വിനി എന്ന റഡാർ നെറ്റ്വർക്ക് കേരളത്തിന്റെ കോസ്റ്റൽ പ്രദേശങ്ങളിലും തമിഴ്നാടിന്റെ കോസ്റ്റൽ പ്രദേശങ്ങളിലും നിർത്തിവെച്ചിട്ടുണ്ട്. ഈ മാരിടൈം സർവൈലൻസിന് വേണ്ടിയും സ്റ്റെൽത്ത് ഓബ്ജക്ട്സ് കണ്ടെത്താനുമുള്ള പെർട്ടിക്കുലർ മിഷൻസിനൊക്കെ നടത്താൻ വേണ്ടി നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിയറി അനുസരിച്ച് നോക്കിയാൽ ഇവയിൽ ഏതെങ്കിലും ഒരു റഡാറിൽ ഈ വിമാനം തീർച്ചയായും രജിസ്റ്റർ ആയിട്ടുണ്ടാകണം. എന്നാൽ അവിടെയും ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ F-35 നേരത്തെ കണ്ടെത്തി അല്ലെങ്കിൽ മുൻകൂട്ടി തന്നെ നമ്മുടെ റഡാർസ് വഴി അതിനെ നിരീക്ഷിച്ചു എന്നുണ്ടെങ്കിൽ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്ത് ആ വിമാനത്തെ എസ്കോർട്ട് ചെയ്ത് താഴെ ഇറക്കാനോ നമ്മൾ നമ്മുടെ വിമാനങ്ങൾ അയച്ചിരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ യാതൊരു സംഭവങ്ങളും നടന്നിട്ടില്ല. ഞങ്ങൾ മുൻകൂട്ടി ആ വിമാനത്തെ കണ്ടെത്തി അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായി ഞങ്ങളുടെ വിമാനങ്ങളെ അയച്ചു എന്നുള്ളതിന് ശരിയായ തെളിവുകളൊന്നുമില്ല. അതുപോലെ ഇല്ല, ഇവിടെ ടെക്നിക്കൽ ഇഷ്യൂ ആണ് സംഭവിച്ചത്. ടെക്നിക്കൽ ഇഷ്യൂ വന്നതുകൊണ്ട് ഞങ്ങൾ മുൻകൂട്ടി പെർമിഷൻ വാങ്ങി ഈ വിമാനത്തെ താഴെ ലാൻഡ് ചെയ്യിപ്പിച്ചു എന്നുള്ളതിനും ഇവിടെ തെളിവുകളൊന്നും ഇല്ല. അപ്പോൾ സംഭവിച്ച ഈ കാര്യങ്ങളെ ചുറ്റി ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്. എന്തെങ്ങനെയായാലും താഴെ വിമാനം ഇറങ്ങി, നമ്മളത് കണ്ടെത്തിയോ ഇല്ലയോ, സത്യത്തിൽ അതിൽ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം അതിലുണ്ടോ, ഇതൊക്കെ നമുക്കിപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. പുറത്തറിയുമ്പോൾ നമുക്കിതൊരു വെറും വാർത്ത മാത്രമാണ്. എന്നാൽ ഇതിന് പുറകിൽ ഒരുപാട് ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങളുമുണ്ട്. F-35 അകത്തേക്ക് വന്നു, F-35 റഡാറിൽ പതിഞ്ഞു, അത് സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യ അതിനൊരു ഉത്തരം പറയേണ്ടി വരും. പ്രധാനമായും അമേരിക്കയ്ക്ക് മുൻപിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഓപ്പണായി തന്നെ പറയാതെ അല്ലെങ്കിൽ ഇന്റർസെപ്റ്റർ വിമാനങ്ങളെ അയക്കാതെ
ഈ പ്രശ്നത്തിന്റെ തീവ്രത കുറയ്ക്കാനുള്ള ശ്രമങ്ങളും ചിലപ്പോൾ ഇന്ത്യൻ ഭാഗത്ത് നടന്നിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു ടൈം ലൈൻ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ 38 ദിവസം ആ വിമാനം അവിടെ നിന്നു. 38 ദിവസത്തിൽ അവിടെ എന്തെല്ലാം സംഭവിച്ചു? പ്രധാനമായും ആ ഒരു വിമാനത്തിൽ ഹൈഡ്രോളിക് പ്രശ്നം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് സംബന്ധിക്കുന്ന ജോലികൾ എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടോ? സത്യത്തിൽ ഈ വിമാനത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് ടൈം ലൈൻ നമ്മൾ എടുത്ത് നോക്കണം. ഹൈഡ്രോളിക് പ്രശ്നം മാത്രം അല്ല, അതിൽ മൾട്ടിപ്പിൾ സെൻസർ നെറ്റ്വർക്ക് സ്യൂട്ട് എന്നൊരു കാര്യമുണ്ട്. അതിലും എന്തോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു. അത് ശരിയാക്കാൻ വേണ്ടി മാത്രം 12 ദിവസത്തിലേറെ എടുത്തു. അവിടെ വന്ന എക്സ്പേർട്ട് ഗ്രൂപ്പിന് അത്രയും ദിവസം എടുത്തു. പ്രധാനപ്പെട്ട ഒരു 6-7 ദിവസം നമ്മൾ ഇവിടെ എടുക്കണം. ജൂൺ മാസം 14-ാം തീയതി എമർജൻസി ലാൻഡ് ചെയ്തു. അടുത്ത് ജൂൺ മാസം 15-ാം തീയതി ഇന്ത്യൻ എയർഫോഴ്സ് ഒഫീഷ്യലായി ഒരു ഓഫർ അവർക്ക് നൽകുന്നു. നിങ്ങൾ ഈ വിമാനത്തെ ഹാങ്ങറിലേക്ക് മാറ്റുക. കാരണം കേരളത്തിൽ ഇപ്പോൾ മൺസൂൺ സമയമാണ്. എക്സ്റ്റേണലി ആ വിമാനത്തിന് ഡാമേജ് ഒന്നും സംഭവിക്കാൻ പാടില്ല. അതുപോലെ വിമാനങ്ങൾ സേഫായി ഓപ്പറേറ്റ് ചെയ്യപ്പെടണം. അതുകൊണ്ട് അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാങ്ങറിലേക്ക് മൂവ് ചെയ്യണം, അതിനായി ഞങ്ങൾ സഹായിക്കാമെന്നൊരു ഓഫർ നൽകി. എന്നാൽ UK അത് നിരസിച്ചു. ഇല്ലില്ല, പറ്റില്ല, ഞങ്ങളുടെ വിമാനങ്ങളെ ആരും തൊടാൻ പാടില്ല, അത് ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാം. എവിടെയാണോ നിന്നത് അവിടെ തന്നെ അതിനെ നിർത്തിവെച്ചിരുന്നു. എന്നാൽ അപ്പോൾ UK അറിയില്ലായിരുന്നു അവസാനം ഇന്ത്യയോട് തന്നെ സഹായം ചോദിച്ചേ മതിയാകൂ എന്ന്. അടുത്ത് ജൂൺ മാസം 25-ാം തീയതി UK ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നൽകുന്നു. അതെ, ഞങ്ങൾ എത്രയൊക്കെയോ ശ്രമിച്ചു, എന്നാൽ ഈ വിമാനത്തെ ഞങ്ങളെ കൊണ്ട് ശരിയാക്കാൻ സാധിച്ചില്ല. ഇപ്പോഴത്തേക്ക് ഇത് ഹാങ്ങറിലേക്ക് മൂവ് ചെയ്യുന്നതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് പറയുകയും എയർ ഇന്ത്യയുടെ ഹൈടെക് MRO സെന്ററിലേക്ക്, ട്രിവാൻഡ്രം എയർപോർട്ടിലുള്ള സെന്ററിലേക്ക് ഈ വിമാനത്തെ മൂവ് ചെയ്യുന്നു. ജൂൺ മാസം 27-ാം തീയതി MRO ഹാങ്ങറിൽ പല തരത്തിലുള്ള പണികൾ ഇതിൽ ചെയ്യുന്നു. പിന്നീട് അതിനാവശ്യമായ എക്യുപ്മെന്റ്സിന്റെ ഒരു ലിസ്റ്റ് UK അയക്കുന്നു. ഈ വിമാനത്തെ ശരിയാക്കാൻ എന്തെല്ലാം എക്യുപ്മെന്റ്സ് ആവശ്യമാണ് എന്നുള്ള ഒരു ലിസ്റ്റ് അയച്ചു. ജൂലൈ മാസം 6-ാം തീയതി 21 വ്യക്തികളുള്ള ഒരു ഗ്രൂപ്പ് UK എയർഫോഴ്സിലുള്ള വ്യക്തികൾ ഈ വിമാനത്തെ ശരിയാക്കാൻ തുടങ്ങി. സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് എല്ലാം അവിടെ നിന്നും കൊണ്ടുവരുന്നു. ഒരു C-17 ഗ്ലോമാസ്റ്റർ വിമാനവും UK നിന്നും ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു. അതായത് ഇതിന് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് നൽകുന്നതിന് വേണ്ടിയും. ഒരു പക്ഷേ ഈ വിമാനത്തെ ശരിയാക്കാൻ സാധിച്ചില്ല, ഇനി ഇവിടെ വെച്ച് ഇതിന് ശരിയാക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ അതിനെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു ഈ ഒരു വിമാനം വന്നത്. അങ്ങനെ അതിൽ പല ഘട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം ഹൈഡ്രോളിക് ഇഷ്യൂ ശരിയാക്കുന്നു. ജൂലൈ മാസം 6-ാം തീയതിയായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ തുടങ്ങിയത്. 21-ാം തീയതി പൂർണ്ണമായും അതിന്റെ പണികളെല്ലാം അവസാനിപ്പിച്ചു. 22-ാം തീയതി ആ വിമാനത്തിന് അവിടെ നിന്നും പോകാം എന്നുള്ളതിന്റെ ഒരു ക്ലിയറൻസ് നൽകുന്നു. അപ്പോൾ ഏകദേശം 38 ദിവസം, ജൂൺ മാസം 14-ാം തീയതി മുതൽ അടുത്ത 38 ദിവസം വിമാനം അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു വന്നു. ഇതിന്റെ ഡാറ്റാസ് ഇന്ത്യ എടുത്തിട്ടുണ്ടാകുമോ, സ്റ്റെൽത്ത് ടെക്നോളജിയെ കുറിച്ചുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ ഇന്ത്യക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ ഇവിടെ തുറന്ന എല്ലാ കാര്യങ്ങളും പറയാൻ സാധിച്ചില്ലെങ്കിലും അതിന്റെ പോസിബിലിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. ഇതിന് UK ഇന്ത്യക്ക് നൽകിയൊരു തുകയുണ്ട്. അതായത് ഒരു എയർപോർട്ടിൽ ഒരു വിമാനത്തെ നിർത്തുകയാണ്, താഴെ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ തവണയും ലാൻഡിംഗ് കോസ്റ്റ് കൊടുക്കണം. അതുപോലെ ഒരു ദിവസം ഈ ഹാങ്ങറിൽ നിർത്തിയതിന്റെ ശരാശരി വാടക എന്നത് 26,000-ലും കൂടുതലാണ്. അപ്പോൾ ഇത് ഇറങ്ങുന്ന കോസ്റ്റ്, ടേക്ക് ഓഫ് ആകുന്ന കോസ്റ്റ്, ഇങ്ങനെ ഒരു 3-4 ലക്ഷം രൂപയോളം വന്നിട്ടുണ്ടാകും. ഇങ്ങനെ മൊത്തത്തിലൊരു കണക്കെടുക്കുമ്പോൾ 10-11 ലക്ഷം വരെയും ആയിട്ടുണ്ടാകുമെന്നുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു കണക്കാണ്. അപ്പോൾ ഈ വിമാനം താഴെ ഇറങ്ങുന്നതിന് പിന്നിൽ ഇത്രത്തോളം ഒരു വലിയ മിസ്റ്ററി ഉള്ളപ്പോൾ ഇത് എന്തുകൊണ്ട് ഇറങ്ങി, ഇതിന് പുറകിലുള്ള റീസൺസ് എന്തെല്ലാം എന്നുള്ളത് ഇപ്പോഴും മിസ്റ്ററിയായി തന്നെയാണ് ഉള്ളത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിന് പുറകിൽ ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങൾ ഒരുപാട് തന്നെയുണ്ട്. ഇത് അമേരിക്കയുടെ ഒരു നിർമ്മിതിയാണ്. ഇത് അമേരിക്കയുടെ നിർമ്മിതി അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ പുറത്ത് പറയാൻ കഴിയുമായിരുന്നു, അറിയാനും കഴിയുമായിരുന്നു. അമേരിക്ക എന്ന രാജ്യം നമുക്ക് ഒരുപാട് പ്രഷർ അവിടെ നൽകുമ്പോൾ ഡിപ്ലോമാറ്റിക് രീതിയിൽ മാത്രമേ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ തള്ളപ്പെടുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ പക്കൽ നിന്നും അങ്ങനെ എന്തെങ്കിലും പ്രഷർ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഈ 10 എന്നല്ല, ഒരു 10, വീണ്ടും ഒരു 10, അടുത്ത് വീണ്ടും ഒരു 10 ആയിരുന്നെങ്കിൽ കൂടി നമുക്ക് സന്തോഷമേ ഉള്ളൂ. എത്ര ചോദിച്ചാലും F-35ന്റെ കാര്യത്തിൽ അതൊക്കെ ശരിയായി തന്നെ വരുമായിരുന്നു. എങ്ങനെയോ വന്നത് അവസാനം എങ്ങനെയൊക്കെ തിരികെ പോയി എന്ന രീതിയിൽ 38 ദിവസം ഇന്ത്യയിൽ സ്റ്റേ ചെയ്ത, കേരളത്തിൽ ട്രിവാൻഡ്രത്ത് സ്റ്റേ ചെയ്ത ഒരു വിമാനം മനസ്സോടെ അയക്കുന്ന രീതിയിൽ നമ്മളൊരു ഫെയർവെൽ കൂടെ തന്നെ തിരിച്ചയച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് ദാർട്ട് F-35 എന്നത് എത്രത്തോളം ടെക്നിക്കൽ ഇഷ്യൂസ്, സ്റ്റേറ്റ് ഓഫ് ദാർട്ട് F-35 വിമാനത്തിനും എത്രത്തോളം പ്രശ്നങ്ങൾ വരും എന്നുള്ളതും ഇതിലൂടെ തന്നെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ എയർക്രാഫ്റ്റിന് ഇവിടെ മുഴുവനായും കുറ്റം പറയുന്നതല്ല. പ്രധാനപ്പെട്ട ചില സമയങ്ങളിൽ ചില പ്രശ്നങ്ങൾ തീർച്ചയായും അവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴും പറയുന്നു ഇതിന്റെ ലാൻഡിംഗ്, ഇതിന് പുറകിലുണ്ടായ പ്രശ്നം, ഇതെല്ലാം മിസ്റ്ററി തന്നെയാണ്. ഇതിനെ പ്രോപ്പറായി പ്രൂവ് ചെയ്യാൻ യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല. ഞങ്ങൾ ഫോഴ്സ് ലാൻഡിംഗ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനി ടെക്നിക്കൽ ഇഷ്യൂ കാരണം ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാലും അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.